നമസ്കാരം. കോടിപ്പട ആലത്തൂർ മണ്ഡലത്തിൽ ആലത്തൂർ വിവാദ കേന്ദ്രങ്ങളിൽ ഉണ്ടാകാറില്ലെങ്കിലും ശക്തമായ രാഷ്ട്രീയ നിലപാടുകളാലും പോരാട്ടങ്ങളാലും ശ്രദ്ധേയമായ മണ്ഡലമാണ്. ഇത്തവണ സിറ്റിംഗ് MP PK ബിജു UDFന്റെ സ്ഥാനാർത്ഥി ശ്രീമതി KA ഷീബയെയും ഒപ്പം BJPയുടെ സ്ഥാനാർത്ഥി ഷാജുമോൻ വട്ടേക്കാടിനെയുമാണ് നേരിടുന്നത്. രാഷ്ട്രീയ സ്വഭാവം വ്യക്തമായി പറയുകയാണെങ്കിൽ ഉറച്ച ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മണ്ഡലമാണ് ആലത്തൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആലത്തൂർ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ളത് ഇടതുപക്ഷമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ടോ എന്ന രാഷ്ട്രീയമാണ് ആലത്തൂരിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ശ്രീ V ചെന്താമരാക്ഷൻ MLA, UDFനെ പ്രതിനിധീകരിച്ച് ശ്രീ K അച്യുതൻ MLA, BJP സ്ഥാനാർത്ഥി ശ്രീ ഷാജുമോൻ വട്ടേക്കാട്, ഒപ്പം ആലത്തൂരിലെ ജനങ്ങളുമാണ്. ആദ്യം ശ്രീ ചെന്താമരാക്ഷൻ, മണ്ഡലത്തിൽ വരുമ്പോൾ സിറ്റിംഗ് MPയുടെ പ്രവർത്തന മികവും പദ്ധതികളിലെ നേട്ടവും ഒക്കെ എടുത്ത് കേൾക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മണ്ഡലത്തിൽ MPയുടെ സാന്നിധ്യം കുറവാണ് എന്നാണ്. ജയിപ്പിച്ചു വിട്ട ശേഷം ആലത്തൂറുകാർക്ക് MPയെ ശരിക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഒരു MP എന്ന നിലയിലുള്ള ഉത്തരവാദിത്യം അദ്ദേഹം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഒരു MPയുടെ ഉത്തരവാദിത്യം ലോകസഭയിൽ പരിപാടികളിൽ പങ്കെടുക്കുക, ലോകസഭ യോഗങ്ങളിൽ പങ്കെടുക്കുക. അഖിലേന്ത്യാ ശരാശരിയും സംസ്ഥാന ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട പങ്കാളിത്തം MPക്ക് ലോകസഭയിലുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ വിഷയങ്ങളും കേരള സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങളും ലോകസഭയിൽ അവതരിപ്പിക്കുക. ആ രണ്ട് കാര്യങ്ങൾ കൃത്യമായി MP നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ പൊതുവായി വികസന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തുക, അതും ഏറെക്കുറെ MP ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ആളുകളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കുക എന്നതാണ്. ഒരു MPക്ക് 7 പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുള്ളതാണ്. എന്നാൽ MP പരമാവധി എല്ലാ കേന്ദ്രങ്ങളിലും എത്തി ജനങ്ങളെ കണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. രസതന്ത്രത്തിൽ ഡോക്ടറേറ്റിന് ഗവേഷണം നടത്തുന്ന ആളാണ് ആലത്തൂരിന്റെ സിറ്റിംഗ് MP ഇത്തവണ ജനവിധി തേടുന്നത്. ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ രസതന്ത്രം നന്നായി അറിയാവുന്ന ഒരാൾക്ക് മണ്ഡലത്തിൽ കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. ഇത്തവണ ഭൂരിപക്ഷം എത്ര എന്ന് കണക്ക് കൂട്ടിയാൽ മതി എന്നാണ് ചോദ്യം. UDFന് എവിടെയാണ് വിജയപ്രതീക്ഷ? UDFന് വളരെ വിജയപ്രതീക്ഷ ഇല്ലാത്ത ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഈ MPയുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ബുക്ക് ഇറക്കി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ PK ബിജു ഇപ്രാവശ്യം നിലം തൊടില്ല എന്ന കാര്യത്തിൽ ആരും കൈയടിക്കണ്ട, ഞാനുള്ള കാര്യം പറയാം. അദ്ദേഹം ഇറക്കിയ ബുക്കാണ് ഇവിടെ എനിക്ക് കാണിക്കാനുള്ളത്. എനിക്കതിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഈ ബുക്ക് 10,000 അടിച്ച് എല്ലാ വീട്ടിലും എത്തിക്കുന്നു പറഞ്ഞു. ഇതൊന്ന് വന്ന് ഞാൻ ചെറിയ രീതിയിൽ അതിനെക്കുറിച്ച് ചർച്ച തുടങ്ങിയപ്പോൾ അത് എവിടെയും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. എന്റെ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തു തീർത്ത പണികളുടെ വിശദമായ വിവരം ഇതുപോലെ 10,000 ബുക്ക് അടിച്ചു കൊടുത്തതാ എൻ്റെ കയ്യിൽ. അല്ലാതെ ഞാനിവിടെ ഒരു കാര്യവും ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ചോ വേറെ ചെന്താമരാക്ഷൻ ചെയ്ത കാര്യത്തെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ഞാൻ സാധാ അദ്ദേഹത്തിൻ്റെ ബുക്ക്, PK ബിജുവിൻ്റെ ഈ ഒരു ബുക്ക് മാത്രം മതി PK ബിജു തകർന്ന് തരിപ്പണമാക്കാൻ, വേറെ ഒന്നും വേണ്ട എന്ന എൻ്റെ അഭിപ്രായം. പക്ഷേ നോമിനേഷൻ നൽകി മണ്ഡലത്തിൽ നിന്ന് പോയാൽ പോലും EMSന്റെ പേരിലുള്ള മഹത്തായ പാരമ്പര്യം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്ന പേര് പോലും. അപ്പോൾ നോമിനേഷൻ നൽകി ഇടത് സ്ഥാനാർത്ഥി മുന്നോട്ട് പോയാൽ പോലും മതി, ഈ മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്നാണ് ചരിത്രം പറയുന്നതെങ്കിൽ UDF അതിൽ ഇത്തവണ കാണുന്ന രാഷ്ട്രീയ പ്രതീക്ഷ എന്താണ്? ഇക്കൊല്ലം കാണുന്ന രാഷ്ട്രീയ പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ല. 5 കൊല്ലത്തെ പ്രവർത്തനം എവിടെയാണ് ചോദിച്ച ചിറ്റൂരിൽ കണ്ടിട്ടേ ഇല്ല ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ പുതുനഗരത്തെ ആൾക്കാരുണ്ട് ഇവിടെ. പുതുനഗരത്ത് വന്നിട്ടേ ഇല്ല. കാരണം പുതുനഗരം UDFന്റെ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഒരു നയാ പൈസയില്ല. പട്ടഞ്ചേരി ഒരു പഞ്ചായത്തുണ്ട്, ഒരു വാർഡാണ് CPM. ഒരു കുടിവെള്ള പദ്ധതിയാണ് കൊടുത്തത് ആ വാർഡിൽ മാത്രം. ഇത് പാർട്ടി ആഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന, പാർട്ടി പറയുന്ന ഒരു കാര്യത്തിനല്ലാതെ ഇങ്ങനെ ഒരാൾ ഞാൻ ഒന്നും ബന്ധമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പ്രിന്റ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ വിട്ടതിന് ശേഷം പിന്നെ അത് പിൻവലിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ചെന്താമരാക്ഷൻ്റെ വേണമെങ്കിൽ പിൻവലിക്കാം, എനിക്ക് എന്നത് പിൻവലിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇത് മറുപടി പറയാതിരുന്നാൽ അതിന് മറുപടിയാണ് അദ്ദേഹം വരുന്നുണ്ട്. പക്ഷേ ശ്രീ ഷാജുമോൻ, ആലത്തൂരിന്റെ ഉൾപ്രദേശങ്ങളിൽ പോലും BJP സ്വാധീനം വർദ്ധിപ്പിച്ചു വരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും ആലത്തൂർ മണ്ഡലത്തിൽ? സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഭാരതീയ ജനതാ പാർട്ടി
ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാൻ സാധിക്കും BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും ഉള്ളതുപോലെ തന്നെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. നമുക്കറിയാൻ സാധിക്കും കേരളത്തിൽ 2 MLA-മാരും സൂചിപ്പിച്ചു ബിജുവിൻ്റെ പ്രവർത്തനം. അത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട ശ്രീമാൻ ബിജുവിനെ ഈ നിയോജക മണ്ഡലത്തിലേക്ക് കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള 3-4 കാര്യങ്ങൾ ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ MP-യുടെ മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും കൊക്കോകോള കമ്പനി പ്ലാച്ചിമടയിലെ പെരുമാട്ടി പഞ്ചായത്തിലെ കൊക്കോകോള കമ്പനി അടച്ചുപൂട്ടി. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി 226 കോടി രൂപയുടെ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ, ആ ട്രൈബ്യൂണൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു, കേന്ദ്രത്തിന് അയച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ആ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്തുവാനോ നേടിയെടുക്കുവാനോ സാധിച്ചിട്ടില്ല. പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു MP പിൻവലിച്ചു, പാർട്ടി പിൻവലിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ്. ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അടിച്ചിറക്കിയ റിപ്പോർട്ട് കാർഡ് പിൻവലിച്ചു എന്ന് പറയുന്നത് സത്യമാണോ? അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഇലക്ഷന്റെ ഭാഗമായി കൊടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ബഹുമാനായ ചിറ്റൂർ MLA-ക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, അത് പിൻവലിച്ചിട്ടില്ല, അത് കൊടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ കൊക്കോകോളയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, അത് വളരെ രസകരമായിട്ടിരിക്കുന്നു. ബഹുമാനായ BJP സ്ഥാനാർത്ഥിയോട് പറഞ്ഞു, കൊക്കോകോളയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നഷ്ടപരിഹാര നിയമമുണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്, സഖാ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. എത്ര വർഷമായി? അതിന് മറുപടി പറയേണ്ട ബഹുമാനായ അച്ചുവട്ടര. ഈ UDF കേന്ദ്ര ഗവൺമെന്റ് അവിടെ അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ യാതൊരു പങ്കുമില്ല. ബഹുമാനായ MP-ക്ക് യാതൊരു പങ്കുമില്ല. ശക്തമായ നടപടി VS-ന്റെ ഗവൺമെന്റ് സ്വീകരിച്ചതാണ്. നടപ്പിലാക്കുന്നതിന് വേണ്ടി MP പരിശ്രമിച്ചതാണ്. കേന്ദ്ര ഗവൺമെന്റാണ് അതിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സർവേയിൽ ഏറ്റവും കുറവ് MP ഫണ്ട് ഉപയോഗിച്ച ഒരു MP ആയിരുന്നു ശ്രീ PK ബിജു MP. ഇപ്പോൾ ഒരു വർഷം മുമ്പ് വരുന്നവർക്ക് മുഴുവൻ സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ കൊടുക്കുക, വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുക, 1.5 മീറ്റർ റോഡ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഈ പഞ്ചായത്ത് മെമ്പർക്കും ഒരു പഞ്ചായത്തിനും ചെയ്യാൻ പറ്റാവുന്ന ജോലികൾ അല്ലാതെ വേറെ പ്രത്യുൽപാദനപരമായ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യുൽപാദനമായ കേന്ദ്ര പദ്ധതികൾ എന്താണ് PK ബിജു MP ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ വാളയാറ് മണ്ണുത്തി റോഡ് വർക്ക് നടക്കുന്നത് കണ്ടില്ലേ? കേരളത്തിൽ മൊത്തം ഗവൺമെന്റിന്റെ എല്ലാ ചോദ്യം ചോദിക്കാം. അപ്പോ ചെയ്ത കാര്യം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ, നടക്കാത്ത മുഴുവൻ MP-യുടെ കാര്യം. ഇത് എന്ത് ന്യായം? നോ ഞാൻ പറയട്ടെ, MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ബഹളം വെക്കണ്ട, ഓരോരുത്തർ ചോദിക്കും, മറുപടി പറയാലോ. അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറയുന്നതല്ല. ഞാൻ പറയട്ടെ. പ്രാദേശിക വികസന ഫണ്ട് കഴിഞ്ഞ DDC യോഗത്തിൽ ഫെബ്രുവരി മാസം 22-ാം തീയതി കൂടിയ DDC യോഗത്തിൽ 98% വിനിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പഴയ ഏതോ കണക്ക് ഉദ്ധരിച്ചിട്ട് ഈ പുതിയ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു വർഷമല്ല, 5 വർഷമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാത 4 വരി പാതയാക്കിയത് MP ആണെങ്കിൽ നിങ്ങൾ അത് റോഡ് പണി കഴിഞ്ഞാൽ ടോൾ പിരിക്കാൻ പറ്റില്ല. MP ഫണ്ടിൽ റോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടോൾ പിരിക്കാൻ പറ്റില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. പഴനിയിലേക്ക് 30 രൂപ യാതൊരു സംശയമില്ല. പഴനിക്ക് 30 രൂപയ്ക്ക് യാത്ര ചെയ്തത് ഈ ഗവൺമെന്റ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിയമപ്രകാരം 212 രൂപ കൂലിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റാണ്, UPA ഗവൺമെന്റാണ്. ഒരു പൈസ ചെലവഴിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം വാണിയമ്പാറ-വടക്കഞ്ചേരി 10 കോടി രൂപ ചെലവഴിച്ച് ശരിയാക്കി. ഞാൻ ചോദിക്കണേ, NH റോഡിന് പണം ചെലവാക്കുന്നത് MP-യുടെ കഴിവാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും പറയണ്ട. NH-ന് പണം കോടികൾ ചെലവാക്കുന്നുണ്ട്. ഒരു MP അല്ല. 5 വർഷം മുൻപ് പാചകവാതകത്തിന് 279 രൂപയായിരുന്നു. ഇപ്പോൾ അത് 1300 രൂപയാക്കി. ഒന്ന്, പെട്രോളിന് 45 രൂപയായിരുന്നു, അത് 78 രൂപയാക്കി. മറ്റൊന്ന്, ഇത് കോൺഗ്രസിന്റെ നയം മൂലമുണ്ടായിട്ടുള്ള മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ രാധ എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടു.
അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തമ്മിൽ ഈ മണ്ഡലത്തിൽ വനിതയാണ് മത്സരിക്കുന്നത്. ആ വനിത എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളത് പറയണം. ഇപ്പൊ ഈ ചോദിച്ചതിനൊന്നും ഒരു വ്യക്തമായ ഒരു മറുപടി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയാം. MP ഫണ്ട് എന്ന് പറയുന്നത് കണ്ണു പൊട്ടനായ ഒരു MP-ക്കും 5 കോടി കിട്ടും. 5 കൊല്ലം കൊണ്ട് 25 കോടി കിട്ടിയിട്ടുണ്ട്. 25 കോടിക്ക് അധികമായി ഒരു നയാ പൈസ MP ഏതെങ്കിലും നിലയ്ക്ക് നേടിയെടുത്ത് ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ 25 കോടി കണ്ണു പൊട്ടനും കിട്ടും. 2 കണ്ണുമില്ലാത്ത പൊട്ടൻ MP ആയാലും 25 കോടിയുണ്ട്. എന്താ ഇതിലർത്ഥം? അത് കണ്ണു പൊട്ടനായി 2 കാലുമില്ലാത്തവർക്ക് MP-ക്കും കിട്ടും. ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ശ്രീമാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ച BJP ഇത് നിലവിളിക്കുന്നത് ശരിയല്ല കേട്ടോ. ഒരു സംശയവുമില്ല, അദ്ദേഹം എവിടെ നിന്ന് മത്സരിച്ചാലും അദ്ദേഹം വിജയിക്കും. 2 മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിന്? 2 മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 2 മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ? മത്സരിച്ചിട്ടുണ്ടല്ലോ. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ധീരനായ നേതാവാണെങ്കിൽ നരേന്ദ്രമോദി ഒരേ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ധൈര്യം കാണിക്കണമെന്നാണ്. 2 മണ്ഡലത്തിലൂടെ കോൺഗ്രസിന് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. നരേന്ദ്രമോദി ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണല്ലോ, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ അദ്ദേഹം വിജയിക്കും. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും അയാൾ ഇന്ത്യക്ക് ആവശ്യമാണെന്നും ലോക രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നു. അത് നിഷേധിക്കാൻ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ കഴിയുമോ? ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തതിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനം എത്രയാണെന്ന് അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് 1ാം സ്ഥാനത്ത് എന്ന് എല്ലാ TV-യിലും പത്രങ്ങളിലെല്ലാം വന്ന കാര്യം അങ്ങ് മനസ്സിലായിട്ടില്ല. അതെ, ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രവർത്തനം 10 വർഷം മുമ്പ് ഗുജറാത്തിൽ എന്താണ് ഉണ്ടായതെന്നൊക്കെ അവിടെയുള്ള നാട്ടുകാർക്കും നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ അവിടെയുള്ള ആളുകൾക്കും എല്ലാവർക്കും അറിയാം. ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിലെ കുട്ടിയെ കുത്തിയെടുത്തിട്ട് ചൂരത്തിൽ കാണിച്ച ആളുകളാണ് ഈ നരേന്ദ്രമോദിയുടെ ആളുകൾ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണം മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ 13 വർഷമായിട്ട് അവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിന് ഭരിക്കാൻ അവസരം കൊടുത്തു. എന്താ 5 കൊല്ലം കഴിയുമ്പോൾ ഉമ്മൻചാണ്ടിനെ മാറ്റണേ? ജനം കൊടുക്കുന്നുണ്ടോ? പറയും, മറുപടി പറയും. പിന്നെ അഴിമതിയിലാണ് 1ാം സ്ഥാനം. അല്ല, ആരും വിരളി പിടിക്കണ്ട. അഴിമതിയിലാണ് ഉമ്മൻചാണ്ടിക്ക് 1ാം സ്ഥാനം. ബഹുമാനപ്പെട്ട PC ചാക്കോ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചിദംബരം ഇവിടെ എടുത്തു കഴിഞ്ഞു. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ചിദംബരം എടുത്തു കഴിഞ്ഞു. നമ്മളെന്തായാലും പ്രതിപക്ഷത്തിരിക്കാൻ പോവുകയാണെന്ന് ഇവിടെ അച്യുതൻ സാറും ഇപ്പോൾ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു. കാരണം അച്യുതൻ സാറും ആദ്യം തന്നെ പറഞ്ഞു, നേരത്തെ ഇവിടെ പറഞ്ഞു CPM-ന്റെ പാർട്ടി ഓഫീസിലാണ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വികസന പദ്ധതികൾ, രാജ്യത്ത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി ചർച്ച ചെയ്യുകയും അതിന്റെ തീരുമാനങ്ങൾ ഭരണത്തിലൂടെ നടപ്പിലാക്കുകയും ചെയ്യും. പക്ഷേ നിലമ്പൂർ പാർട്ടി ഓഫീസിൽ നടന്ന പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ പാർട്ടി ഓഫീസിൽ നടക്കില്ല. മനസ്സിലായില്ല? ഈ നിലമ്പൂരിലെ കേസിനൊക്കെ ഒരു മറുപടി പറയാനുണ്ടോ? അല്ല, നിലമ്പൂര് ഡൽഹിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. നിങ്ങളുടെ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവും ഈ രാജ്യത്തെ 1ാമത്തെ നേതാവാണല്ലോ പ്രകാശ് കാരാട്ട്. നിങ്ങൾ ബൂത്ത് മുതൽ അഖിലേന്ത്യാ തലം വരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയുമാണല്ലോ. പ്രകാശ് കാരാട്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ വർഗീയതയെ ആത്മാർത്ഥമായി എതിർക്കുന്നുവെങ്കിൽ ഇത് ഒരു ഹാങ്ങിങ് പാർലമെന്റ് വന്നാൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് വിരലെണ്ണാവുന്ന സീറ്റുകളെ കിട്ടാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ആർക്ക് പിന്തുണ കൊടുക്കും? പ്രകാശ് കാരാട്ട് വ്യക്തിപരമായി തീരുമാനിച്ചിട്ട് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ഈ ഇവിടെ ചോദ്യം ഉന്നയിച്ച ചോദ്യം, ഇവിടെ മറുപടി പറയട്ടെ. ഇവിടെ ചോദ്യം ഉന്നയിച്ചത് ഹാങ്ങിങ് പാർലമെന്റ് വന്നാൽ നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നതാണ്? യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷം ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിനെയും BJP-യെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോവുക. അതൊരു സ്വപ്നം മാത്രമാണ്. ചെന്താമരേശൻ MLA അവരോടാണ് ചോദ്യം. കോൺഗ്രസിന്റെ PC ചാക്കോ
പെർമിഷൻ എടുത്തോ, കോൺഗ്രസിന്റെ മറ്റേ ചിദംബരം പെർമിഷൻ എടുത്ത് തോൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തു എന്ന് പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിനകത്ത് CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മുഴുവൻ ആളുകൾ ജയിച്ചാലും ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കോൺഗ്രസ് ഭരണപക്ഷത്തിലോ പ്രതിപക്ഷത്തായാലും കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റ് പ്രധാന കക്ഷിയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് CPIM-ന് ധാരണയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ സഖ്യം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരണം. അതിന് CPIM-ന്റെ MP-മാർ പ്രവർത്തിക്കും. ഇത്രയും കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് രാജ്യത്തെ നശിപ്പിച്ചു. 6 വർഷം BJP രാജ്യത്തെ ഭരിച്ചു. രാജ്യം തളങ്ങുന്നു പറഞ്ഞ് തകർന്ന് തരിപ്പണാക്കി. ഈ 2 രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും ബദലായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലേതുപോലെ ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ വരാനാണ് അപ്പോൾ ഇടപെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് 5 സീറ്റുകളിലും സ്വതന്ത്രന്മാർ മത്സരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചത്? 1957 ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്ന നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്താറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളുകൾ, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ സഹായിക്കാൻ തയ്യാറുള്ള ആളുകൾ, അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുള്ളത്. ഇവിടെ BR കൃഷ്ണയ്യർ തലശ്ശേരിയിൽ മത്സരിച്ചു. അതുപോലെ തന്നെ പാലക്കാട് ഒരു ഡോക്ടർ മത്സരിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾ 57 ഗവൺമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വതന്ത്രന്മാരെ പിന്തുണച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റുകാരായി ഞങ്ങൾ മാത്രം മതി എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറില്ല. മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കും. അവരെ അണിനിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. 8 മന്ത്രിമാർ, കോൺഗ്രസിന്റെ 8 മന്ത്രിമാർ കേന്ദ്രത്തിൽ പോയി. ഇവർ 5 വർഷക്കാലം എന്ത് ചെയ്തു എന്നറിയണം. അച്യുതൻ MLA-യോടാണ് ഒരു ചോദ്യം. കഴിഞ്ഞ UPA ഗവൺമെന്റിൽ അഴിമതിയിൽ പിടിക്കപ്പെട്ട്, കോമൺവെൽത്ത് അഴിമതിയിൽ പിടിക്കപ്പെട്ട സുരേഷ് കൽമാടി ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നേതാക്കന്മാരെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇന്ത്യൻ ജനതയോടുള്ള വഞ്ചനയല്ലേ? അല്ല, സുരേഷ് കൽമാടിയുടെ ഭാര്യയോ മത്സരിക്കുന്നില്ല. അഴിമതി കാണിച്ച ആളുകളെ ജയിലിൽ അയക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അത് മനസ്സിലാക്കിയാൽ മതി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യങ്ങളുടെ ഏറ്റവും വലിയ കൊള്ളയും അഴിമതിയുമാണ്. അതുപോലെ തന്നെ വിലക്കയറ്റമാണ്. ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് ഇനിയും എന്ത് പറഞ്ഞിട്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള പൊതുരാഷ്ട്രീയം നിങ്ങൾ പറയാൻ തയ്യാറോ? ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം അല്ലെങ്കിൽ UP അധികാരത്തിൽ വന്ന ശേഷം ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും. ഞാനത് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവന് ആനുകൂല്യം ചെയ്തൊരു ഗവൺമെന്റ് ആണ് വീണ്ടും വോട്ട് ചോദിച്ചു വരുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലമായി UPA ഭരിച്ചു. UPA ഭരണത്തിന് കീഴിൽ അഴിമതി, വിലക്കയറ്റം, അങ്ങനെയുള്ള വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ ജനം ആഗ്രഹിക്കുന്നത് വികസനമാണ്. ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഈ നാടിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വികസന പദ്ധതിയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരളത്തിൽ കാണുന്നത്. കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. പക്ഷേ ശ്രീ അച്യുതൻ, അവസാനമായി ചോദിക്കാനുള്ളത്, ജയിക്കില്ലെന്ന് കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ പറഞ്ഞുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആലത്തൂരുകാർ എന്ത് വിചാരിക്കണം? കോൺഗ്രസിന് ആത്മവിശ്വാസം ഉണ്ടെന്നാണോ? ആലത്തൂർ പാർലമെന്റ് ആർക്കും ഒരു സംശയം വേണ്ട. പാർലമെന്റ് സ്വന്തം നാട്ടുകാരിയായ ചിറ്റൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീബ മത്സരിക്കുന്നുണ്ട്. ആ വൻ ഭൂരിപക്ഷത്തിൽ ഷീബ ഇവിടെ വിജയിക്കുമെന്നത് രാഷ്ട്രീയമായ മെച്ചം കൊണ്ടല്ല, ബിജു എന്ന
MP 5 വർഷം ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാതെ MP ഫണ്ട് മാത്രം ചെലവഴിച്ച ആളാണ്. MP ഫണ്ട് അല്ലാതെ 1000 കണക്കിന് കോടികൾ ചെലവഴിക്കുന്നു പലരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ തന്നെ എത്രയോ കോടി രൂപയുടെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ MLA ആണ്. MP ഫണ്ടല്ലാത്ത ഒരു നയാ പൈസ ചെലവഴിക്കാത്ത ഈ MP-യെ ജനങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. കഴിഞ്ഞ തവണ ജനതാദൾ നിന്ന് ഈ ചിറ്റൂർ മേഖലയിലടക്കം നല്ല പ്രാതിനിധ്യമുള്ള ശ്രീ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും UDF-ന് പിടിച്ചെടുക്കാൻ കഴിയാത്ത മണ്ഡലം ഇത്തവണ എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏറ്റവും മോശമായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് അംഗീകരിച്ച ആളാണ് ഞാൻ. അന്ന് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിയില്ല. എങ്കിലും ചിറ്റൂരിൽ നിന്ന് 25,000 വോട്ട് ലീഡ് വാങ്ങിക്കൊടുത്തും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു സംശയമേ വേണ്ട. ഈ 7 നിയോജകമണ്ഡലവും ഞങ്ങൾ ഭൂരിപക്ഷം നേടുമെന്ന കാര്യം. ആത്മവിശ്വാസമില്ലാത്ത മുന്നണി എന്ന് ഇടതുമുന്നണി ഇപ്പോൾ വിളിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. എന്റെ സർക്കാരിന്റെ കൂടി പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് മാർക്കിട്ടോളൂ ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഭരണമുന്നണിയേക്കാൾ ആത്മവിശ്വാസം കുറവുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനു മുൻപ് റെക്കോർഡ് വിജയം കരസ്ഥമാക്കിയത്. അന്ന് പൊന്നാനിയും മൂവാറ്റുപുഴ 2 മണ്ഡലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ ഇത്തവണ 20 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. യാതൊരു ആത്മവിശ്വാസക്കുറവില്ല. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോവുകയാണ്. കോൺഗ്രസിനെയും BJP-യെയും ഒഴിവാക്കിക്കൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യ ശക്തിയുടെ ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായി മാറും ഈ തെരഞ്ഞെടുപ്പ്. ഒരുപാട് പങ്കെടുത്ത എല്ലാവർക്കും ആലത്തൂരിന്റെ രാഷ്ട്രീയ വികാരം ഇങ്ങനെയാണ്. അടിയുറച്ച കാർഷിക തൊഴിലാളി വർഗ സംസ്കാരം രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ പോലും ദേശീയ രാഷ്ട്രീയത്തിലടക്കം ചോദ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ആലത്തൂരിൽ വിധി നിർണ്ണയം സംഭവിക്കാൻ പോകുന്നത്. ആലത്തൂരിലെ കൊടിപ്പട അവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.